യുദ്ധം തുടങ്ങി തന്നെ. യുദ്ധം തുടങ്ങി. നല്ല കാര്യം. ഇന്ത്യ ആയിട്ടല്ലല്ലോ. ഇന്ത്യ ആയിട്ടല്ല, പിന്നെ ഇറാനുമായിട്ടുമല്ല, ഇസ്രായേലും ഇറാനും തമ്മിലല്ല, അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ നടത്തുന്ന ആക്രമണവും അല്ല. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് എപ്പം നടക്കുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആ യുദ്ധമല്ല ഇതിപ്പോൾ നടക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട്, സ്ഫോടനാത്മകമായിട്ട്, വിസ്മയകരമായിട്ടുള്ളൊരു യുദ്ധം താലിബാൻ പാകിസ്ഥാനെ തീർത്തോ? താലിബാനും പാകിസ്ഥാനും തമ്മിൽ നടക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. ഞങ്ങൾ മടുത്തു, ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിനി മുന്നോട്ട് പോയേ മതിയാകൂ, അതിന് അഫ്ഗാൻ ഭരിക്കുന്ന താലിബാനെ ഞങ്ങൾ തീർക്കുമെന്നും പറഞ്ഞു തന്നെയാണ്. ഇത് മാത്രമല്ല പറഞ്ഞത്, ഇന്ത്യക്കിട്ടൊരു കുത്തും തന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു കോളനിയായിട്ട് മാറുകയാണ് അഫ്ഗാനിസ്ഥാൻ. അവനെ ഇനി വെച്ചേക്കില്ല. അതാണ് കാര്യം. ഇന്ത്യയുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്നു. എന്നാ പിടിച്ചോന്നും പറഞ്ഞാണ് കൊണ്ടുപിടിച്ച യുദ്ധം അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താലിബാൻകാരെ തീർത്തു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അത് നേരത്തെ ഉള്ളത്, ഇപ്പൊ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും സൈനിക പോസ്റ്റുകളും ഒക്കെ തകർത്തു എന്ന് താലിബാനും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഇടയ്ക്ക് കുറെ നാളുകളായി ഈ പാകിസ്ഥാന്റെ അതിർത്തി മേഖല, ഖൈബർ പഷ്തൂൺ മേഖലയിൽ കുറെ നാളുകളായി പ്രശ്നങ്ങളുണ്ട്. അതായത് ഈ താലിബാനും പാകിസ്ഥാനും തമ്മിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ ഇപ്പോൾ വല്ലാത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ വല്ലാതെ പ്രശ്നത്തിലെ കൊണ്ടുപോകുന്നുണ്ട്. മൊത്തത്തിൽ പാകിസ്ഥാൻ ആകെ കൂടി ഒരു പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പുറത്ത് താലിബാൻ ഇന്ത്യയുമായി വളരെ അടുക്കുന്നത്. താലിബാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു തരത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീകളെ ഇപ്പൊ ഗാർഹിക പീഡനം വരെ നിയമവിധേയമാക്കിയ ഒരു രാജ്യമാണത്. അപ്പോൾ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിയമങ്ങളാണ് അവിടെ ഉണ്ടെങ്കിലും ഇന്ത്യയുമായി ഞങ്ങൾ സഹകരിച്ചു പോകും എന്ന് താലിബാൻ പറഞ്ഞ അന്ന് മുതൽ പാകിസ്ഥാൻ താലിബാനെ പിന്നെ നേർക്ക് നേർ നോക്കിയാൽ തീർക്കണം. ഇതാണ് പാകിസ്ഥാൻ തീർക്കാൻ തുടങ്ങുമ്പോൾ ഈ ബലൂചിസ്ഥാൻ ഇന്നലെ വരെ ഇല്ലാത്ത ശക്തി എവിടെ നിന്ന് കിട്ടി എന്നത് പാകിസ്ഥാൻ അന്വേഷിക്കണം. അത് ഇന്ത്യ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇന്ത്യ അത് പറയാത്തിടത്തോളം കാലം നമുക്കതിലൊന്നും അറിയില്ല. അപ്പൊ താലിബാന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. താലിബാനെ ഞങ്ങൾ തീർക്കും, ഇന്ത്യയുമായാണ് താലിബാൻ പിന്നെ ചങ്ങാത്തം കൂടുന്നത്. അതിന് ഇവർക്ക് എന്താണ് പ്രശ്നം? ഇല്ല, വലിയൊരു പ്രശ്നം കൊണ്ട് തന്നെ. ഇത് ഏത് മാസമാണ്? മാസത്തിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമായ റമദാൻ. ആ റമദാനിലാണ് രണ്ട് മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിൽ ഈ കൊടിയ യുദ്ധം ഡ്യൂറൻഡ് രേഖയുടെ ഇരുവശത്തുമായിട്ട് നടക്കുന്നത്. ഈ നടക്കുന്നത് വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഒരു യുദ്ധം നടന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാൻ വിമാനത്തിൽ ബോംബുമായിട്ട് വന്നിട്ട് കാബൂളിലും അതുപോലെ കാണ്ഡഹാർ, അറിയാമല്ലോ കാണ്ഡഹാർ, ഇന്ത്യയുടെ വിമാനം റാഞ്ചിക്കൊണ്ടുപോയ സാക്ഷാൽ ഇന്ത്യയുടെ വന്നത്. അവിടെ തന്നെയാണ് ഇപ്പൊ കാലത്തിന്റെ കാവ്യനീതി വിളയാടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൊണ്ട് ബോംബിട്ടു. കാബൂളിലൊന്നും സംഭവിച്ചായിട്ട് അറിയത്തില്ല. അവിടെ താലിബാന്റെ കേന്ദ്രമാണ്, അവിടെ അടുക്കാൻ തൊടാൻ പറ്റില്ല. പക്ഷേ കാണ്ഡഹാറിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള സിവിലിയൻസിനെ കൊന്നിരിക്കുന്നു. ഈ യുദ്ധം ഒരു സിവിലിയൻസിനെ പോലും കൊല്ലാൻ പാടില്ല, ഭീകരന്മാരെ മാത്രമേ കൊല്ലാവൂ എന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ നെസറ്റിലിരുന്ന് പറഞ്ഞതേ ഉള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി. ആ ക്രൂരകൃത്യം, ആ പെണ്ണുങ്ങളെ കൊന്നിട്ട് പാകിസ്ഥാൻ്റെ ഒരു വേദമുണ്ട് കേട്ടോ. ഖ്വാജ അഹമ്മദ് ആസിഫ് ഒരു വേദം പറഞ്ഞു. കാരണം അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലെന്ന്. സ്ത്രീകളൊക്കെ എല്ലാം ഞമ്മ സ്വാതന്ത്ര്യം കൊടുത്താണ് വെച്ചേക്കുന്നത്. അഭിസാരികയുടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. അഭിസാരികയുടെ ഗിരിപ്രഭാഷണം എന്നല്ല, എന്താ ഇതിനെ വിളിക്കേണ്ടത്? ഹാർഡറ്റ്സ് മൗണ്ടൻ സ്പീച്ച് എന്ന് പറയും ബൈബിളിൽ. അതുപോലൊരു സംഭവമാണെന്ന്. കാരണം ഇവർ ഉപദേശിക്കുക. ബേനസീർ ഭൂട്ടന് പ്രധാനമന്ത്രിയായപ്പോൾ ആകുമെന്നറിഞ്ഞപ്പോൾ ബേനസീർ ഭൂട്ടോയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ കൊന്നതാരാണ്? ഏത് രാജ്യമാണ് ക്രൂരമായി കൊന്നത്? അവരുടെ അച്ഛനെ തൂക്കിലേറ്റിയത് രാഷ്ട്രമാണ്. സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിനെതിരെ അതല്ല, മലാല യൂസഫിൻ്റെ തലയ്ക്ക് വെടിവെച്ചത് ഏത് രാജ്യമാണ്? അവരാണ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. നാണമില്ലേ ഖ്വാജ അഹമ്മദ് ആസിഫ്? അയാൾ ഇപ്പോൾ എന്താണെന്നറിയാം, അവിടെ വലിയ പങ്കിലമായിട്ടുള്ള സഹിക്കാൻ വയ്യാത്ത ആക്രമണങ്ങളാണ് താലിബാൻ്റെ അടുത്ത് കളിച്ചാൽ. അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്തോളാം. ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? അതിൻ്റെ ഭീകരത അറിയാമോ? യുദ്ധം തന്നെ, ഓപ്പൺ വാർ.
എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ. ഇന്ത്യൻ പത്രങ്ങളൊക്കെ ചെറിയ വാർത്തകളായിട്ട് പാകിസ്ഥാനെ നോവിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചില മുസ്ലിങ്ങൾക്ക് നോവുമെന്ന് അവർ ധരിച്ചു വെച്ചിരിക്കുന്നു. ഇല്ല, അവർ ഇന്ത്യക്കാരാണ്, നിങ്ങളെക്കാൾ ദേശസ്നേഹമുള്ളവരാണ്, സന്തോഷിക്കും. ഇപ്പോൾ നടക്കുന്നത് ഡ്യൂറൻഡ് ലൈനിൽ 19 സൈനിക ഔട്ട് പോസ്റ്റുകളാണ് തീർത്തത്. 19 സൈനിക ഔട്ട് പോസ്റ്റുകൾ. ഒരു ഔട്ട് പോസ്റ്റ് തകർക്കുക എന്ന് പറഞ്ഞാൽ പോലും വലിയ വിജയമാണ്. മനസ്സിലായില്ലേ? ആറ്റം ബോംബുള്ള പാകിസ്ഥാൻ്റെ നേരെയാണ് ഈ കളി. അതുപോലെ തന്നെ 55 സൈനികരെ വധിച്ചു. 55 സൈനികരെ വധിക്കുക ഒരു യുദ്ധത്തിലെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. നമ്മളിപ്പോൾ ഗാസയിലുമൊക്കെ ഒരു പട്ടാളക്കാരനെ വധിച്ചു, 2 പട്ടാളക്കാരൻ, ഇങ്ങനെയൊക്കെയാണ്. ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ്. മനസ്സിലായില്ലേ? അവർ കാരണം എല്ലാ കരുതലോടും കൂടിയാണ് ഈ പോസ്റ്റ് വെച്ചിരിക്കുന്നത്. അവിടെ കയറി ആക്രമിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അത്ര ദുർബലമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ താലിബാൻ്റെ വ്യക്തമായിട്ടുള്ള സബീഹുള്ള മുജാഹിദാണ് ഇത് വ്യക്തമാക്കിയത്. ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ തന്നെയാണിത്. അതുപോലെ തന്നെ താലിബാൻ സേനാ മേധാവി ഫസിഹുദ്ദീൻ ഫിത്രത്ത് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള യുദ്ധം തന്നെയാണ് നടക്കുന്നത്. അല്ല താഴെയുള്ള മിലിറ്ററി കമാൻഡർമാരൊന്നും നടത്തുന്ന യുദ്ധമല്ല, ലിമിറ്റഡ് അല്ല, ഇത് തുറന്ന യുദ്ധം തന്നെയാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അല്ല യുക്രൈൻ റഷ്യയും തമ്മിലുള്ളതുപോലെ ലിമിറ്റഡ് മിലിറ്ററി ആക്ഷൻ അല്ല, ഓപ്പറേഷൻ സിന്ദൂർ പോലെയും അല്ല. 2 രാജ്യങ്ങളും ഏറ്റുമുട്ടുക തന്നെയാണ് സർവ്വശക്തിയും സന്നാഹങ്ങളും എടുത്തുകൊണ്ട്. 55 പാകിസ്ഥാൻകാരെ കൊന്നതായിട്ടാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. 23 മൃതദേഹങ്ങൾ കണ്ടുകിട്ടി. ഇതുകൂടാതെ ധാരാളം പാകിസ്ഥാൻ പട്ടാളക്കാരെ തടവിലുമാക്കിയിട്ടുണ്ട്. അത് വെച്ച് അവർക്ക് ഇനി വില പേശാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ഒട്ടേറെ ആയുധങ്ങൾ പിടിച്ചെടുത്തു. അപ്പോൾ താലിബാനെ സംബന്ധിച്ചിടത്തോളം വൻ വിജയമാണ്. താലിബാൻ ഇങ്ങനെ അധികാരത്തിലേറ്റതേ ഉള്ളൂ. രാജാ അഹമ്മദ് ആസിഫ് പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ വിചാരിച്ച് നാറ്റോ രാജ്യങ്ങളൊക്കെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല അയൽക്കാരായി തീരുമെന്ന്. അല്ല, അവർ ശത്രുക്കളായി തീരുകയാണ്, ഇന്ത്യയുടെ കോളനിയുമായിട്ട് തീരുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ഖ്വാജ അഹമ്മദ് ആസിഫ് ചോദിക്കുന്നത്. ഇത് ഏജൻസി എന്ന് പറഞ്ഞാൽ AP റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ പത്രങ്ങളിൽ ഇതൊന്നും ഗൗരവത്തിലുള്ള വാർത്തയായിട്ട് വന്നില്ല. യുദ്ധമാണ്, അടിയാണ് 2 രാജ്യങ്ങൾ തമ്മിൽ. എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ പണ്ട് നടന്ന ആക്രമണം പോലെ തരത്തിൽ ഉള്ള ഒരു ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൻ്റെ പട്ടാളക്കാരെയാണ് താലിബാൻ കൊല്ലുന്നത്. വേറെ ഒറ്റ സിവിലിയൻസിനെ അവർ കൊന്നിട്ടില്ല ഇതുവരെ. പാകിസ്ഥാൻ പോലും പറയുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അങ്ങോട്ട് എന്ന് കണ്ണ് കാണില്ല, കണ്ണുപൊട്ടാണ്ട് മാവേലെറിയുന്ന പോലെ കാണുന്നവരെ എല്ലാം ബോംബ് വെച്ച് തകർക്കുക. കാരണം ഈ താലിബാൻ്റെ പട്ടാള കേന്ദ്രങ്ങൾ തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം എന്താ? അവർ ഒളിച്ചിരിക്കുക. ഗറില്ല വാർഫെയർ ആണ് അവർ നടത്തുന്നത്. അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് ചെയ്യാൻ പാകിസ്ഥാൻ കഴിയുന്നില്ല. ടാർഗറ്റഡ് ആയിട്ടൊരു അറ്റാക്ക് നടത്താൻ പാകിസ്ഥാന് കഴിയാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പാകിസ്ഥാൻ്റെ കാര്യം പോക്ക് തന്നെയാണെന്ന് വിചാരിക്കണം. അവസാന കൈ അവർ നോക്കുക പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിനകത്തുള്ളത്, ഏതാണ്ട് 6 കോടിയോളം അഫ്ഗാനിസ്ഥാൻകാർ ഡ്യൂറൻഡ് ലൈനിനപ്പുറം, ഡ്യൂറൻഡ് ലൈനിലെ രേഖയായിട്ട് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. അവരംഗീകരിക്കും. അതിനപ്പുറത്ത് താമസിക്കുന്നുണ്ട് 6 കോടിയോളം പേര്, 6 കോടിയോളം ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അവരെല്ലാം പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെ അംഗീകരിക്കാത്തവരാണ്. വലിയൊരു ഇതാണ്. എന്നാൽ ഇമ്രാൻഖാനെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഇതിനകം തന്നെ 2.9 മില്യൺ, അതായത് 2.9 ദശലക്ഷം എന്ന് പറഞ്ഞാൽ 29 ലക്ഷം പേര് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഈ വർഷം ഇതിനോടകം തന്നെ 80,000 പേര് മടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് അവർ മുഴുവൻ പോകണമെന്നുള്ളതാണ്. നടക്കാത്ത കാര്യമാണ്, ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് പാകിസ്ഥാൻകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ശ്രദ്ധയിൽ പെടേണ്ട ഒരു യുദ്ധം തന്നെയാണ്. മിക്കവാറും ഇതിനിപ്പോൾ അമേരിക്ക ഇടപെട്ട് യുദ്ധം നിർത്തും, ഞാനാണ് നിർത്തിയതെന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പക്തിക്, കോസ്റ്റ്, കുനാർ, നങ്കർഹാൾ എന്നീ പ്രവിശ്യകളിലാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. വമ്പിച്ച തോതിലുള്ള ആൾനാഷ്ടവും അതുപോലെ ആയുധ നഷ്ടവും ആണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് തന്നെ ഈ താലിബാൻ്റെ പടയാളികൾ അവരോട് യുദ്ധം ചെയ്തുകൊണ്ട്, പണ്ട് അമേരിക്കയോടും നാറ്റോ രാജ്യങ്ങളോടും എത്ര തീവ്രതയോടുകൂടി യുദ്ധം ചെയ്തോ ആ തരത്തിലുള്ളൊരു യുദ്ധമാണ് പാകിസ്ഥാൻ ഇതോടുകൂടി സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാൻ സൈനികമായിട്ടും തകർന്ന് തരിപ്പണമാകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അത് നമ്മൾ സന്തോഷിക്കണം. കാരണം ആ തീവ്രവാദം വളർത്തുന്ന ആ പ്രവണതയുണ്ടല്ലോ, അത് നിൽക്കും. ഇപ്പോഴും ലഷ്കർ ഇ തൊയ്ബ പറഞ്ഞിരിക്കുന്ന അവരുടെ 9 താവളങ്ങൾ നമ്മൾ തകർത്തില്ലേ,
അതിനെതിരെ ബോംബെ മോഡലിലൊരു സംഭവം ഇവിടെ നടക്കും. കഴിഞ്ഞ ദിവസം ഒരുത്തനെ കൊന്നില്ലേ, ടൈസൺ എന്ന് പറയുന്ന നായയുടെ സഹായത്തോടു കൂടി അവരുടെ താവളത്തിലേക്ക് കടന്നു എന്ന് നമ്മൾ ആക്രമണം നടത്തി ഒരുത്തനെ കൊന്നല്ലോ. അവനാണ് ലഷ്കർ ഇ തോയ്ബയുടെ ഇന്ത്യയിലെ കമാൻഡർ. അവൻ പറഞ്ഞിരുന്ന കാര്യമാണ്, ഇന്ത്യക്ക് ഞങ്ങളുടെ 9 താവളങ്ങൾ നശിപ്പിച്ചു അവർ. പാകിസ്ഥാൻ പറഞ്ഞ ഇല്ലെന്നല്ലേ പറഞ്ഞത്, ലഷ്കർ ഇ തോയ്ബ സമ്മതിച്ചു. അതിന് പകരമായിട്ട് ബോംബെ മോഡലിൽ ഞങ്ങൾ വീണ്ടും ഇനി ആക്രമണം നടത്തുമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ ഏറ്റ ഈ ആഘാതം ലോകത്തിന് നല്ലതാണ്. കാരണം ലോകത്തെങ്ങുമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉശിരി കുറയ്ക്കും എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുമെന്നല്ല പറയുന്നത്, ഉന്മൂലനാശം ചെയ്യുമെന്നല്ല പറയുന്നത്. പക്ഷേ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് താലിബാൻ ഇപ്പോൾ നടത്തുന്ന ഈ ആക്രമണം. താലിബാൻ ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്, നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും, മോറൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ അനുരണനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പ്രധാനമന്ത്രി ഇവിടെ തിരിച്ചു വന്നു. അപ്പോഴത്തേക്കും കാനഡയുടെ പ്രധാനമന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകളിലും അത് പ്രതിഫലിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.